അമ്മ ഓർമ്മയാകുമ്പോൾ ഇനി കണ്ണുകൾ തിരിയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഉൾപ്പിരിവുകളിലേക്കാണ്. ജയലളിതയില്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന വിശകലനം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുൻനിരയിലാണ് തമിഴ്നാട്. രാഷ്ട്രീയത്തോടൊപ്പം സാമ്പത്തിക സമവാക്യങ്ങൾ കൂടി നോക്കുമ്പോൾ തമിഴ്നാടിന്റെ തിളക്കം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ജയലളിതയുടെ അഭാവം തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അണ്ണാ DMKയുടെ ഘടന, ഭാവി എന്നതിനപ്പുറം മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടി മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ അപാര ശൂന്യത. അണ്ണാ DMK ഒരു സുസ്ഥിര ഘടനയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. MGRന്റെയും പിന്നീട് ജയലളിതയുടെയും വ്യക്തിപ്രഭാവത്തിൽ കോർത്തിണക്കപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റമാണ്. O. പനീർസെൽവം മുഖ്യമന്ത്രിയായെങ്കിലും യഥാർത്ഥ അധികാര കേന്ദ്രം ഇനിയും ഉരുത്തിരിയാൻ പോകുന്നതേയുള്ളൂ. ജയയുടെ തോഴി ശശികലയിലേക്കാണ് ഏവരുടെയും കണ്ണ്. അവരുടെ ചലനവും എന്തിനേറെ ശ്വാസനിശ്വാസങ്ങൾ പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇമവെട്ടാതെ നിരീക്ഷിക്കുന്നു. നിയമസഭയിൽ DMKയ്ക്കും അണ്ണാ DMKയ്ക്കും ഇടയിൽ 20ഓളം MLAമാരുടെ വിടവ് മാത്രമേയുള്ളൂ. ഉടനെയല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള ചെറിയൊരു പൊട്ടിത്തെറി പോലും ഭരണമാറ്റത്തിന് വഴിവെച്ചേക്കാം. എന്നാൽ കരുണാനിധിയുടെ വഷളായ ആരോഗ്യവും സംഘടനയിലെ പ്രശ്നങ്ങളും പുതിയ അവതാരങ്ങൾ ചക്രവാളത്തിൽ ഉദിക്കുമെന്ന ഭീതിയും DMK രാഷ്ട്രീയത്തിന് മേലും കരുനിഴൽ വീഴ്ത്തുന്നുണ്ട്. പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റ് ഉൾപ്പെടെ 40 ലോകസഭാ MPമാരെ സംഭാവന ചെയ്യുന്ന തമിഴ്നാടിന് മേൽ ദേശീയ കക്ഷികളായ BJPക്കും കോൺഗ്രസിനും ഒരേപോലെ ഉത്കണ്ഠകളും പ്രതീക്ഷകളുമുണ്ട്. രജനീകാന്തിനെ പോലെയുള്ള താരരാജാവിനെ കിട്ടിയാൽ ഒരു കൈ നോക്കാമെന്ന പഴയ പ്രതീക്ഷയുടെ ചീട്ടുകെട്ട് അമിത്ഷാ പൊടിതട്ടിയെടുത്തേക്കാം. അല്ലെങ്കിൽ ദുർബലമായ അണ്ണാ DMK വരുതിയിൽ കൊണ്ടുവരാനും BJP ശ്രമിക്കും. പണ്ട് MGR മരിച്ച വേളയിൽ തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ട പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ് പാടുപെട്ടതാണ്. 1989 തിരഞ്ഞെടുപ്പിൽ 13 തവണയാണ് രാജീവ് ഗാന്ധി തമിഴ്നാട് സന്ദർശിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് കേവലം 26 സീറ്റ് കൊണ്ട് പിന്നോട്ട് പോകേണ്ടി വന്നു. മൺമറഞ്ഞത് ഇതിഹാസ വനിതയാണ്. സർവവും അടക്കിവാണ മഹാമേരു. ശൂന്യതയുടെ ആഴവും പരപ്പുമാണ് തമിഴ്നാടിനെ പ്രവചനങ്ങൾക്കും കണക്കൂട്ടലുകൾക്കും അപ്പുറത്ത് പ്രതിഷ്ഠിക്കുന്നത്. വരുദിനങ്ങൾ നിർണായകമാകുന്നതും ഇക്കാരണം കൊണ്ട് തന്നെ. ജോൺ ബ്രിട്ടാസ്.